നമ്മുടെ ABC ചാനലിൽ വന്നിരുന്ന് ഭയങ്കര ശാസ്ത്ര സത്യങ്ങൾ പറയുന്ന ഒരു മഹാശാസ്ത്രജ്ഞനുണ്ട്. ഡോക്ടർ TPS എന്നെന്താണ് അയാളുടെ പേര്. അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര ഉപദേശക സമിതിയിലൊക്കെ ഉള്ള ആളാണെന്നാണ് പറയുന്നത്. ഭയങ്കര ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ ചില മുഴിമുത്തുകൾ കാണുമ്പോൾ നമുക്കൊന്ന് വീഡിയോ ചെയ്യാൻ തോന്നുന്നുണ്ട്. അതിൽ അത്ര ഒരു മുഴിമുത്തൊന്ന് കേട്ടു നോക്കാം. നമ്മുടെ വീട്ടിനടുത്ത് എവിടെയെങ്കിലൊക്കെ ട്രാൻസ്ഫോമർ ഉണ്ടെന്ന് വിചാരിക്കും. അതിനടിയിൽ തുളസി വെച്ചാൽ ചിലപ്പോൾ വളരും. കാരണം ട്രാൻസ്ഫോമർ ഉണ്ടാക്കുന്ന റേഡിയേഷൻ ചെമ്പരത്തി എല്ലാ എനർജിയെയും കൺവേർട്ട് ചെയ്തിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് നമ്മുടെ ഫ്രീക്വൻസിക്ക് അനുകൂലമായി മാറ്റാൻ പറ്റുന്ന കഴിവുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട്. എവിടെ കേട്ടിട്ടുള്ളത്? ചെമ്പരത്തിക്ക് എല്ലാ എനർജിയെയും ട്രാൻസ്ഫോം ചെയ്തിട്ട് നമ്മുടെ ഫ്രീക്വൻസിക്ക് അനുകൂലമാക്കാനുള്ള കഴിവുണ്ടെന്ന്. എന്തൊരു വിടലാണ് ഈ ചെങ്ങായിക്ക് ഈ ചാനലിലിരുന്ന് വിടുന്ന വിടല്. ഇത് സംഭവം എന്താ വെച്ചാൽ ഇയാള് പൊട്ടത്തരം പറയുന്നതല്ല അത്ഭുതം. ഇതൊക്കെ കേട്ടിട്ട് കുറെ ആൾക്കാർ ഇത് വിശ്വസിച്ച് ഇതാണ് സംഭവം, ചെമ്പരത്തി ഭയങ്കര സംഭവമാണ്, തുളസി ഭയങ്കര സംഭവമാണ്. ചെമ്പരത്തി എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയാ, ഒരു സാധാ ചെടി, എല്ലാ ചെടികൾക്കുള്ള മാതിരിയുള്ള അതിൻ്റെ പ്രത്യേകതകളൊന്നും ഇല്ലാത്തൊരു സാധാ ചെടിയാണ് ചെമ്പരത്തി ആയാലും തുളസി ആയാലും ഒക്കെ. അതിൻ്റെ സസ്യശാസ്ത്രപരമായ ചില പ്രത്യേകതകൾ ഉണ്ടാവും എന്നല്ലാതെ വേറെ യാതൊരു വിധ ഈ ഫ്രീക്വൻസി എന്താ പറയുക, നമുക്ക് എല്ലാ എനർജിയും വലിച്ചെടുത്ത് നമുക്ക് ആവശ്യമുള്ള ഫ്രീക്വൻസിയിലേക്ക് ആക്കാനുള്ള കഴിവൊന്നും ചെമ്പരത്തിക്ക് തുളസിക്കോ അങ്ങനത്തെ ഒരു ചെടികൾക്കും ഇല്ല. ട്രാൻസ്ഫോമറിൻ്റെ അടിയിൽ തുളസി വെച്ചാൽ വളരൂലാണ്. എന്തൊരു വിടലാണ് ഈ ചെങ്ങായി വിടുന്നത് ചാനലിൽ നിന്ന് കണ്ട്. എന്നിട്ട് അത് കേട്ടിട്ട് ഈ ചാനലിൻ്റെ അവതാരകർ ഇങ്ങനെ അന്തം വിട്ടിരുന്നുണ്ട്. അമ്മോ ദൈവോ. ഇത് കേട്ടിട്ട് കുറേ പൊട്ടന്മാർ ഇത് വിശ്വസിച്ചിട്ട്, അല്ലെങ്കിൽ കുറേ ആളുകൾ ഈ ഇങ്ങനെ വിശ്വസിച്ച് ഇത് ശരിയാണെന്ന് പറഞ്ഞു നടക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രബുദ്ധ കേരളത്തിൻ്റെ ഒരു അവസ്ഥ. ഭയങ്കര ആധികാരികമായിട്ടാണ് ഇരുന്നിട്ട് ഈ പൊട്ടത്തരങ്ങൾ, ഭയങ്കര ശാസ്ത്ര സത്യമാണ്. ഇയാൾ പ്രധാനമന്ത്രിൻ്റെ ഉപദേശക സമിതി അതിലുണ്ട്. അപ്പൊ അവസ്ഥ ആലോചിച്ച് നോക്കുക. നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാജ്യത്തിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. ഇങ്ങനത്തെ ആളുകളാണ് പ്രധാനമന്ത്രിയുടെ ഒക്കെ ഉപദേശക സമിതിയിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന് ശാസ്ത്രീയമായി എന്ത് പുരോഗതിയാണ് കൈവരിക്കാൻ പറ്റുക? വെറുതല്ല ഇത്രയും കാലമായിട്ടും നമ്മളെ നാട് രക്ഷപ്പെടാത്തത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇമ്മാതിരി ആൾക്കാരൊക്കെയാണ് നമ്മളെ പ്രധാനമന്ത്രിയുടെ ഉപദേശക സമിതിയിൽ ഉള്ളത് എന്നുള്ളത്.